ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ, ഐക്യത്തിൽ ജീവിക്കാൻ. പക്ഷേ സ്നേഹം കൊണ്ട് മനുഷ്യനെ ചൂഷണം ചെയ്യുന്നവരുണ്ട്. സ്നേഹത്തെ ഒരു ചൂഷണ അനുഭവമായി കാണുന്നവരുണ്ട്. അങ്ങനെ ഉള്ളവരെ ദൈവം വെറുക്കുകയാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ സ്നേഹം ഒരു ചൂഷണ വസ്തുവായി നാം നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ ക്രമീകരിക്കപ്പെടുന്നെങ്കിൽ ദൈവം അവരെ വെറുക്കുന്നു. ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ വേദനിച്ച ഒരു സംഭവമുണ്ട്. ഞാനൊരു സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛന് പെൺമക്കളുണ്ടെങ്കിൽ അച്ഛൻ നല്ല അസഭ്യം പറഞ്ഞ് വളർത്തണം, നല്ല തല്ല് കൊടുത്ത് വളർത്തണം. ഞാൻ ചോദിച്ചു, അതെന്താ പെൺകുട്ടികൾക്ക് നല്ല തല്ല് കൊടുക്കണം, പെൺകുട്ടികളെ അസഭ്യം പറഞ്ഞ് വളർത്തണമെന്ന് പറയുന്നത്? അവൾ അവളുടെ ജീവിതത്തെ ഒന്ന് തുറന്നു പറഞ്ഞു. ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒരു മോളാണ്, ചേട്ടനുണ്ട്, ഒരു മോളാണ്. എന്നെ കൊഞ്ചിച്ചും ലാളിച്ചും ഒക്കെ എൻ്റെ അപ്പനും അമ്മയും വളർത്തിയത്. എന്നെ കെട്ടിച്ചു വിട്ടു. ആ പദം എന്ത് ഒരുപക്ഷെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് എത്ര വേദനാജനകമായൊരു ഭാഷാ പ്രയോഗമാണ് കെട്ടിച്ചു വിടുക. ഈ പട്ടമഴിച്ചു വിടും പോലെ. പിന്നെ ഉടമസ്ഥന് സ്വാതന്ത്ര്യമില്ല. കെട്ടിച്ചു വിട്ടു. അന്നു മുതൽ ഇന്നു വരെയും ആദ്യം ചില നാളുകളൊക്കെ ഇച്ചിരി സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം, സ്വത്തായാലും ആരോഗ്യമായാലും എല്ലാം നശിച്ചു എന്ന് പറയാം. തുടർന്ന് ഈ കാലങ്ങളിൽ എല്ലാ ദിവസവും അസഭ്യം ഞാൻ കേൾക്കുകയാണ്. എന്നിട്ട് ആ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരുപക്ഷെ പണ്ട് എൻ്റെ വീട്ടിൽ അങ്ങനെ ആയിരുന്നു എങ്കിൽ, ഞാനും അസഭ്യങ്ങളും കേട്ട് തല്ലും കൊണ്ടൊക്കെയാണ് വളർന്നിരുന്നതെങ്കിൽ ഇന്ന് എനിക്ക് അത്ര വേദനിക്കത്തില്ലായിരുന്നു. സ്നേഹിതരെ, സ്നേഹം ഇന്ന് മനുഷ്യൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? എൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി ഞാൻ പലരെയും സ്നേഹിക്കും. ഭാര്യയെ സ്നേഹിക്കും. എന്തിനാ? എൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സുഖകരമായി ജീവിക്കാൻ വേണ്ടി, നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടി, ആനന്ദപ്രദമായ അനുഭവങ്ങൾക്ക് വേണ്ടി. യേശു ഒരു മനുഷ്യനെ സ്നേഹിച്ചത് എങ്ങനെയാ? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയാ? ഗുസ്റ്റാവോ ഗുഡ്രസ് എന്ന് പറയുന്ന വിമോചന ദൈവശാസ്ത്രത്തിന്റെ പ്രമുഖൻ, അദ്ദേഹം പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹം ഒരു ആധിപത്യവും വെച്ചു പുലർത്തുന്നില്ല, ഒരു വാശിയും പിടിക്കുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം വിമോചിപ്പിക്കുന്നതേ ഉള്ളൂ. 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ മുൻപിൽ വന്നു. 10 പേരും സൗഖ്യം പ്രാപിച്ചു. 9 പേര് നന്ദിയില്ലാത്തവരായിരുന്നു. അവർ തിരിച്ചുപോയി. ഒരുത്തൻ തിരിച്ചു വന്നു. പക്ഷേ ഈ 9 പേരുടെ സൗഖ്യത്തെ ദൈവം തിരിച്ചെടുത്തില്ല. അവർക്ക് ജീവിക്കാനുള്ള സാധ്യതകളെ ദൈവം തടസ്സപ്പെടുത്തിയില്ല. വിമോചിപ്പിക്കുന്ന സ്നേഹം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം. ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹം ഇതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എക്സ്പ്ലോയിറ്റ് വിത്ത് ലവ്. സ്നേഹം ഒരു ചൂഷണമാകുമെങ്കിൽ, ഗോഡ് ഹേറ്റ്സ് ദോസ് ഹൂ എക്സ്പ്ലോയിറ്റ് വിത്ത് ലവ്. സ്നേഹം ഒരു ചൂഷണമാകുമെങ്കിൽ അത് ദൈവം വെറുക്കുന്നു. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഐക്യത്തോടുകൂടെ ജീവിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ സ്നേഹം മറ്റുള്ളവരെ തകർക്കാനുള്ള ഒരു ഉപകരണമല്ല. ഞാനൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് എൻ്റെ ആനന്ദത്തിന് വേണ്ടി മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹം എന്നിലുണ്ടാകണം. അത് ആധിപത്യം വെച്ച് പുലർത്തുന്ന സ്നേഹമല്ല. ദൈവത്തിൻ്റെ സ്നേഹം വിമോചിപ്പിക്കുന്ന സ്നേഹം, സ്വാതന്ത്ര്യം കൊടുക്കുന്ന സ്നേഹം. ദൈവം തൻ്റെ കൃപയാൽ നമ്മെ സഹായിക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ആശംസകളും.